പറഞ്ഞു അശ്വമേധ യജ്ഞം കഴിഞ്ഞു. അതിനുശേഷം പുത്രകാമേഷ്ടി യാഗം ആരംഭിക്കുകയായി. അപ്പൊ ആ ഒരു പുത്രകാമേഷ്ടി യാഗം നടക്കുന്ന സമയത്താണ് പറയുന്നത് എന്താണ്? കൃഷ്ണം രക്താംബരധരം രക്താസ്യം ദുന്ദുഭീസ്വനം സ്നിഗ്ധഹരിഷ്യതനുജശ്മശ്രൂ പ്രവരമൂർധജം. യജ്ഞത്തിന്റെ പൂർണ്ണ അവസാന ഭാഗത്തെയാണ് നമ്മൾ നിന്ന് വിളിക്കുക പൂർണ്ണ ആഹുതി എന്ന പേരിൽ അറിയപ്പെടുക. ആ സമയം ഒരു ഭീകര സത്വം യജ്ഞകുണ്ഡത്തിൽ നിന്നും ഒരു കുംഭവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അല്ലെ, യജ്ഞപുരുഷൻ തന്നെയാണ് അത് എന്ന് പറയും. യജ്ഞപുരുഷനാണ്. അല്ലെ, അങ്ങനെ ഭഗവാന്റെ ഒരു വിസ്തരണമാണ് യജ്ഞപുരുഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് യജ്ഞപുരുഷൻ ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നത്? നമ്മൾ ഏത് കർമ്മങ്ങൾ, ഏത് ഹോമമായാലും ഏത് യജ്ഞങ്ങളായാലും എല്ലാം ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ പറയുന്നതാണ് നാരായണായി വിധി സമർപ്പയാമി. അല്ലെ, എല്ലാം ഭഗവാൻ നാരായണന് സമർപ്പിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഒരു വിസ്തരണമാണ് എന്തെന്ന് പറയുന്നത് ഈ യജ്ഞപുരുഷൻ എന്ന് പറയുന്നത്. അപ്പോ ഭഗവാനാണെന്ന് ദശരഥനെ മാത്രം അറിയിച്ചില്ല, ദേവന്മാരുടെ പ്രതിനിധിയാണ് എന്ന് മാത്രമേ ആരോട് പറഞ്ഞുള്ളൂ? ദശരഥനോട് പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് കറുത്ത കളർ, അല്ലെ, ചുവന്ന ഡ്രസ്സ്, ശുഭാലക്ഷണങ്ങള്, ദിവ്യാഭരണ ഭൂഷിതനായിട്ട്, അല്ലെ, 5 കിലോമീറ്റർ പൊക്കം, പരാക്രമശാലി, സൂര്യനെ പോലെ തേജസ്സുറ്റ അംഗങ്ങള്, അഗ്നിയെ പോലെ ജ്വലിച്ചുകൊണ്ടിരുന്നു, സ്വർണ്ണകുംഭത്തിൽ വെള്ളി അടപ്പോട് കൂടിയിട്ട് ഒരു കുംഭവുമായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ദശരഥനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ രൂപം. അല്ലെ, യജ്ഞപുരുഷൻ വന്നിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ദശരഥനെ തന്നെ നോക്കി നിന്നു. ആ ദശരഥനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാ ഇവിടെ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടത്. അല്ലെ, നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ യജ്ഞകുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ദേവന്മാര് ചോദിച്ചുണ്ടാക്കിയ പായസമാണിത്. ഇത് കഴിച്ചാല് ധന്യമായി. അല്ലെ, എല്ലാവിധ ആഗ്രഹങ്ങളും നിന്റെ ലക്ഷ്യം എന്താണോ അതെല്ലാം എന്ത് ചെയ്യും? പൂർത്തീകരിക്കും. ആരോഗ്യം വർദ്ധിക്കും. തീർച്ചയായിട്ടും പുത്രന്മാരും ഉണ്ടാകും എന്ന് ആര് പറഞ്ഞു? ഈ യജ്ഞപുരുഷൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആരാ യജ്ഞപുരുഷൻ എന്ന് പറഞ്ഞാൽ? ഭഗവാൻ തന്നെയാണ്. അല്ലെ, അപ്പോ ഈ സമയത്ത് ഋഷ്യശൃംഗൻ മന്ത്രങ്ങളെല്ലാം ഒരുമിട്ട് അണോരണീനാൻ മഹതോ മഹീനാൻ എന്ന് നമ്മൾ പറയും. എന്താണ് അണോരണീനാൻ മഹതോ മഹീനാൻ എന്ന് പറയുന്നത്? അണുവിനേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്തരവുമായിട്ടിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? ആ പായസത്തിനുള്ളിലേക്ക് വന്നു എന്നാ പറയുന്നത്. അല്ലെ, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. എന്താണ്? ആ പായസം കഴിച്ചു കഴിഞ്ഞാല് അതിൽ നിന്ന് വിഷ്ണു ഭഗവാൻ നേരത്തെ വന്ന് ബ്രഹ്മദേവനോടും മറ്റ് ദേവന്മാരോടും പറഞ്ഞു, എന്താണ്? നിങ്ങൾ രാവണനെ കുറിച്ചോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലെ, ഞാൻ ശ്രീരാമനൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇങ്ങനെ 4 രൂപത്തോട് കൂടിയിട്ട് ദശരഥന്റെ മക്കളായിട്ട് ഞാനിതാ അവതരിക്കാൻ പോവുകയാണ് എന്ന് വിഷ്ണു ഭഗവാൻ വന്ന് പറഞ്ഞതാണ്. അല്ലെ, ആ വിഷ്ണു ഭഗവാനാണ് ഈ പായസം കഴിക്കുന്നതിലൂടെ ശ്രീരാമനായിട്ടും ലക്ഷ്മണനായിട്ടും ഭരതനായിട്ടും ശത്രുഘ്നായിട്ടും വരാൻ പോകുന്നത്. അല്ലെ, അപ്പൊ അതുകൊണ്ട് അണോരണീനാൻ, അണുവിനേക്കാൾ അണുവാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റും. കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ ശരീരമാണോ? അല്ല, നമ്മൾ ആത്മാവാണ് എന്ന് പറയുന്ന സത്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലെ, അപ്പൊ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്, ഹൃദയാന്തർഭാഗത്തിരിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ ഹൃദയം തുറന്നു നോക്കി കഴിഞ്ഞാൽ ആത്മാവിനെ കാണാൻ പറ്റൂ? ഇല്ല. അല്ലെ, കേശാഗ്രഭാഗസ്യ ശതഭാഗസ്യ എന്ന് പറയുന്നത്. ഒരു കേശത്തിന്റെ അഗ്രം എടുത്തിട്ടാണ് 1000 ആയിട്ട് നമ്മൾ വിഭജിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? അത്രയും ചെറുതാ എന്തെന്ന് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നത്. അല്ലെ, അണു എന്ന് നമ്മൾ പറയും. നമുക്ക് കാണാൻ മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ പറ്റുന്നതിനേക്കാൾ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അല്ലെങ്കിൽ അണു എന്ന് പറയുന്നത്. അല്ലെ, ആ അണുവിനേക്കാൾ അണുവാണ്, എന്നാൽ മഹത്തിനേക്കാൾ മഹത്തരമാണ് മഹതോ മഹീയാൻ എന്ന് പറയുന്നത്. ഏറ്റവും മഹത്തരമായതിനേക്കാൾ മഹത്തായിട്ട് നിൽക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ആത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത്. അല്ലെ, അപ്പോ അതാണ് അണോരണീനാൻ മഹതോ മഹീയാൻ എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെ അണുവിനേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്തരവുമായിട്ടുള്ള ആ ഭഗവാൻ എന്ത് ചെയ്തു? ആ കുംഭത്തിനുള്ളില്, ആ ഒരു കുടത്തിനുള്ളില് പായസച്ചോറിൽ എന്ത് ശംഖിചക്ര ഗദാധാരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, ഋഷ്യശൃംഗന്റെ അഭിപ്രായത്താല് യജ്ഞപുരുഷൻ എന്ത് ചെയ്തു? സാധാരണ മനുഷ്യന്റെ വലിപ്പത്തിലായി, കുംഭവും ചെറുതായി. അല്ലെ, അപ്പൊ നേരത്തെ നോക്കി ഇത്രയും ഉയരത്തിൽ നിൽക്കുക. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും ഭയമൊക്കെ തോന്നും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഋഷ്യശൃംഗന്റെ ആ ഒരു റിക്വസ്റ്റ് കൊണ്ട്, ആ എന്താ അപേക്ഷ കൊണ്ട് എന്ത് ചെയ്തു? അത് സാധാരണ രൂപത്തിലായി, കുംഭവും വളരെ ചെറുതായി. അല്ലെ, അങ്ങനെ ഭഗവാന്റെ ഐശ്വര്യഭാവം വിട്ടിട്ട്
സാധാരണ ഒരു രൂപത്തിലേക്ക് ആര് മാറി? ഈ ഒറ്റ പുരുഷൻ മാറി. അപ്പൊ ഋഷ്യശൃംഗൻ തന്നെ ആ പായസ കുംഭം വാങ്ങിയിട്ട് ദശരഥ മഹാരാജാവിന് കൊടുത്തു, അല്ലെ? ആ ദശരഥ മഹാരാജാവ് ആ പായസവും കൊണ്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് പോയി. രാജാവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കൗസല്യയുടെ അടുത്തെത്തിയിട്ട് എന്ത് ചെയ്യാണ്? ആ പായസം കൗസല്യക്ക് കൊടുക്കുക, അല്ലെ? ആ പായസം കൗസല്യക്ക് കൊടുക്കും. പായസം പ്രതിഗ്രീഷ്ണീശ്വാം പുത്രീയമിതമാത്മനാ കൗസല്യായേ നരപതി പായസാർത്ഥം ദദൗ തദാം. അപ്പൊ എന്ത് ചെയ്തു? ആ കുംഭത്തിലുള്ള പായസത്തെ രണ്ടായിട്ട് ഭാഗിച്ചു എന്നാ പറയുന്നത്. പായസം പ്രതിഗൃഹീഷ്വാം പുത്രീയമിതമാത്മനാ കൗസല്യായേ നരപതി പായസാർത്ഥം ദദൗ തദാം. ഈ പായസത്തെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് പകുതി പായസം ആർക്ക് കൊടുത്തു? കൗസല്യക്ക് കൊടുത്തു. ദേവി അത് കഴിച്ചു. ബാക്കി പായസത്തെ വീണ്ടും രണ്ടായിട്ട് വിഭജിച്ചു, അല്ലെ? ദശരഥൻ എത്ര ഭാര്യമാരാ? അവിടെ നിന്ന് പറയുന്നല്ലേ, 3 ഭാര്യ. ഞാൻ അതാ ഇതെന്താ അശരീരി കേൾക്കുകയാണെന്നല്ലേ ഞാൻ നോക്കി. സ്റ്റേജിന്റെ ബാക്കിൽ നിന്നൊക്കെ ഒരു ശബ്ദം വരുന്നേ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? ആ പായസം രണ്ടായിട്ട് പകച്ചിട്ട് അതിലൊരു ഭാഗം കൗസല്യക്ക് കൊടുത്തു. ബാക്കി 2 പായസം എന്ത് ചെയ്തു? അർദ്ധാർത്ഥം ദദൗ ചാപി സുമിത്രായൈ നരാധിപാം കൈകേയൈ ചാവശിഷ്ടാർത്ഥം ദദൗ പുത്രാർത്ഥകാരണ. അങ്ങനെ എന്ത് ചെയ്തു? ബാക്കിയാവുന്ന ഭാഗത്തെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിന് പകുതി സുമിത്രയ്ക്കും പകുതി ആർക്കും കൊടുത്തു? കൈകേയിക്കും കൊടുത്തു, അല്ലെ? പ്രദദൗ ചാവശിഷ്ടാർത്ഥം പായസാം സ്യാമൃതോപമം അനുചിന്യാം സുമിത്രായൈ പുനരേവ മഹീപതി. ആ സമയത്ത് കുംഭത്തിൽ കുറച്ച് പായസം കൂടി ഉണ്ടായിരുന്നു, അല്ലെ? ആ പായസമെല്ലാം രാജാവ് കൈകൊണ്ട് ഇങ്ങനെ നീക്കി എടുത്തിട്ട് അതും കൂടെ ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു, അല്ലെ? സുമിത്രയ്ക്ക് കൊടുത്തു. കൈകേയിക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, അല്ലെ? സുമിത്രയ്ക്ക് അത് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? കൈകേയിക്ക് അതെല്ലാം കൂടെ ബാക്കി കൊടുത്തത്. അങ്ങനെ സുമിത്രയ്ക്ക് ശാസ്ത്രജ്ഞാനമുണ്ട്. കൈകേയിക്ക് സ്ഥാനമാനം കൂടിയാൽ അഹങ്കാരം കൂടും എന്ന് ആർക്കറിയായിരുന്നു? ദശരഥ മഹാരാജാവിന് അറിയായിരുന്നു, അല്ലെ? ഇപ്പൊ രാജാവിന് കൂടുതൽ ഇഷ്ടം കൈകേയിയോട് തന്നെയാണ്, സംശയമൊന്നുമില്ല. കൗസല്യക്കും കൈകേയിക്കും ആദ്യം സുമിത്രയ്ക്കും പായസം നൽകിയപ്പോ അമൃതോപമം എന്നായിട്ട് ആര് വിശേഷിപ്പിച്ചത്? വാൽമീകി മഹർഷി വിശേഷിപ്പിച്ചത്, അല്ലെ? കൗസല്യക്ക് കൊടുത്തപ്പോ അമൃതത്തിന് തുല്യമായിട്ടുള്ള പായസം പകുതി ആർക്ക് കൊടുത്തു എന്നാ പറഞ്ഞേ? കൗസല്യക്ക് കൊടുത്തു എന്നാ പറഞ്ഞു. പക്ഷേ സുമിത്രയ്ക്കും അതുപോലെ തന്നെ കൈകേയിക്കും കൊടുത്തപ്പോ അത് അമൃതോപമം എന്ന് പറഞ്ഞോ? ഇല്ല, അല്ലെ? അപ്പോ എന്നാൽ രണ്ടാമത് വീണ്ടും സുമിത്രയ്ക്ക് പായസം നൽകിയപ്പോ വാൽമീകി അമൃതോപമം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി എന്നാ പറയണം. അപ്പോ സ്നേഹക്കൂടുതലാണെങ്കിലും ഒരു വ്യക്തിക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ എല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്യുമോ? എപ്പോഴും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്, പക്ഷെ അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകത്തില്ല. കാര്യം എന്തിനാ അഹങ്കാരം കൊണ്ട് എന്തിനാ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതെന്ന് വിചാരിക്കും, അല്ലെ? അപ്പോ എന്തെന്നാൽ ഇനി വരുന്നത് ശത്രുഘ്നനാണ്. ആ ശത്രുഘ്നന്റെ വൈശിഷ്ട്യം എന്തൊക്കെയാണ് എന്ന് വാൽമീകിക്ക് അറിയാം, അല്ലെ? ശത്രുഘ്നൻ ആരുടെ മകനാ? ശത്രുഘ്നൻ ആരുടെ മകനാ? സുമിത്രയുടെ മകനാണോ? ഭരത ശത്രുഘ്നൻ. രാമ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ. സുമിത്രയുടെ ആൾക്കാർ പറയുന്നുണ്ട് സുമിത്രയുടെ മകനാണ്, അല്ലെ? അതുകൊണ്ടാ അമൃതോപമം എന്ന് പറഞ്ഞത്. കാര്യം ശത്രുഘ്നന്റെ ആ മഹാത്മ്യങ്ങളൊക്കെ തന്നെ ആർക്കറിയാം? വാൽമീകി മഹർഷിക്ക് അറിയാം, അല്ലെ? അതുകൊണ്ടാ അവിടെ അമൃതോപമം എന്ന വാക്കിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈശ്വരനെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി ഈശ്വര സേവ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു ഭക്തന് സേവ ചെയ്യണമെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നാ പറയുന്നത്, അല്ലെ? ഭഗവാൻ പറയുന്നുണ്ട്, അഹം ഭക്തപരാധീന, ഞാൻ ഭക്തന്റെ പരാധീനനാണെന്നാ പറയുന്നത്, അല്ലെ? ഭഗവാൻ പറയും, എവിടെ ഒരു ഭക്തനുണ്ടോ ആ ഭക്തനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സദാജാഗരൂകനായിട്ടിരിക്കുന്ന ഭഗവാൻ പറയും. എന്നിട്ട് അതിനകത്ത് ഭഗവാൻ ഇങ്ങനെ, നമ്മളിപ്പോ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ മരുന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സിഗരറ്റിന്റെ പാക്കറ്റിലൊക്കെ എടുത്തു നോക്കി കാണാം, മേടിച്ച് കുടിക്കണം എന്നല്ല പറയണേ.
സിഗരറ്റിന്റെ പാക്കൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ സിഗരറ്റിന് ഭയങ്കര പരസ്യമൊക്കെ കാണും. എന്നിട്ട് അതിന് താഴെ വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ ലെൻസ് ഒക്കെ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റില്ല. എന്നിട്ട് എന്തായിരിക്കും, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അല്ലെ, ഇത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കും. അതുപോലെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു അഹം ഭക്തപരാധീന എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ ഇത് കണക്കൊരു ചെറിയ ഒരു സ്റ്റാർ ഒക്കെ കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. ഏതൊരുവനാണോ എന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവൻ എന്ത് ചെയ്യും, ഭക്തന്മാരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു എന്നാ പറയുന്നത്, അല്ലെ. അപ്പൊ ഭഗവാന്റെ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് ആര് പറയുന്നുണ്ട്? ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഏതൊരുവനാണോ എന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നത് അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറയും, അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താണ്? ദാസാനുദാസാനുദാസാനുദാസനാണ് എന്നാ പറയുന്നത്, അല്ലെ. ഭഗവാന്റെ ദാസന്റെ 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 എത്രത്തോളം ദാസന്മാരുണ്ടോ, ഇവിടെ ഒരു 10,000 ദാസന്മാരുണ്ടെങ്കിൽ ഈ കൃഷ്ണസ്വാമി ക്ഷേത്രത്തില് വൈകുന്നേരം വരുമ്പോ ഒരു 2,000 ദാസന്മാരുണ്ടെന്ന് വിചാരിച്ചു. ഈ ദാസന്മാരെല്ലാം കൂടെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുമ്പോ ആർക്കായിരിക്കും ആദ്യം നിൽക്കാൻ ആഗ്രഹം? ഈ ഇരിക്കുന്നതിൽ ക്യൂവിന്റെ ആദ്യം നിൽക്കാനായിട്ട് ഇതിനകത്ത് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒക്കെ കൈ താക്കാൻ പാടില്ല. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ല, അല്ലെ. കാരണം ഇവിടെ പറയുന്നുണ്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതല്ല, ഏറ്റവും അവസാനം, അല്ലെ. ഭഗവാന്റെ ഏറ്റവും അവസാനത്തെ ദാസന്റെയും ദാസനായിട്ട് നിൽക്കാനായിട്ടായിരിക്കണം ഓരോ ഭക്തന്റെയും ആഗ്രഹം എന്ന് പറയുന്നത്, അല്ല. നട തുറക്കുമ്പോഴേ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് നമ്മൾ ഇടിച്ചു നിൽക്കാൻ പാടുണ്ടോ? ക്യൂ നിൽക്കുമ്പോഴായിരിക്കും ഒരു വയസ്സായിട്ടുള്ള അമ്മൂമ്മ വരും, മോനെ ഞാനൊന്ന് കണ്ടോട്ടോ. ഇവിടെ 1/2 മണിക്കൂറായിട്ട് ഇവിടെ വെയിലും കൊണ്ട് നിൽക്കുക, അല്ലെ. അപ്പോഴേ ഇവിടെ വന്നിട്ട് ഞാൻ വയസ്സായി എന്ന് പറഞ്ഞ് വരുന്നത് എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റും. ആര് വന്നാലും വയസ്സായിട്ട് നിൽക്കുന്ന അമ്മയാണെങ്കിൽ കൂടി അമ്മ പറയണം, മക്കളെ നീ ഇവിടെ നിന്ന് കണ്ടോ എന്ന് പറയണം. ആ ഒരു മനസ്സ് നമ്മളിലേക്ക് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതാണ് എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്, അല്ലെ. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ പറയാറുണ്ട് നമ്മൾ ഒന്നും തന്നെ, നമ്മൾ ഈ ശരീരമല്ല, ശരീരം നശിച്ചു പോകുന്നതാണ്, പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും നാശമേ ഇല്ല എന്ന് പറയും, അല്ലെ. ആ ആത്മാവിന് ഒരിക്കലും നാശമില്ല. ആത്മാവ് എന്ന് പറയുന്നത് ആരാ? ഭഗവാന്റെ ശാശ്വതമായ അംശമാണ് ആത്മാവ് എന്ന് പറയുന്നത്, അല്ലെ. നമ്മുടെ ഉള്ളിലിരിക്കുന്നതും ഭഗവാന, അമ്മയുടെ ഉള്ളിലിരിക്കുന്നതും ഭഗവാന, ഈ ചേട്ടന്റെ ഉള്ളിലിരിക്കുന്നതും ഭഗവാന. ഇവിടെ നമ്മൾ കാണുമ്പോൾ പശുവിന്റെയും ജന്തുവർഗങ്ങളുടെയും എല്ലാം ഏതൊക്കെയൊക്കെ ജീവനുണ്ടോ, സത്യങ്ങളുണ്ടോ, അതിലെല്ലാം ഇരിക്കുന്നത് ആര് തന്നെയാ? ഭഗവാന്റെ ചൈതന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ. അങ്ങനെ നമ്മുടെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഈ കാണപ്പെടുന്ന സമസ്ത ലോക ജനതയുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത് ഭഗവാന്റെ അംശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നുള്ള വേർതിരിവ് നമുക്കുണ്ടോ? ഇല്ല. പശുവെന്നോ പോത്തെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ പറയുന്ന വേർതിരിവ് നമുക്കുണ്ടാവോ? ഇല്ല, അല്ലെ. അങ്ങനെ വരുമ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം, നമ്മുടെ പുറകിൽ നിൽക്കുന്നവരെല്ലാം ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ സേവിക്കാനായിട്ട് ഇവിടുന്ന് കിലോമീറ്ററുകൾ താണ്ടി നമുക്ക് പോകണോ? ഇല്ല, അല്ലെ. എല്ലാവരിലും നമുക്ക് ഭഗവാനെ ദർശിക്കുവാനായിട്ട് സാധിക്കണം, അല്ലെ. എല്ലാ പേരിലും ഭഗവാനുണ്ട്. ആ ഭഗവാനെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പോ വരുന്ന ഒരാളെ സഹായിക്കാനായിട്ട് നമുക്ക് മനസ്സ് തോന്നാതിരിക്കോ? ഇല്ല. അവൻ ഭഗവാന്റെ അംശമാണ്, അവനെ സേവിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ് എന്ന് പറയുന്ന ബോധം നമുക്ക് ഉണ്ടാവും, അല്ലെ. അയൽ വീട്ടില് ദാരിദ്ര്യം കൊണ്ട് അടുപ്പ് പുകഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആഹാരം വെക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, ഇത് കൊണ്ട് കൊടുക്കുക എന്ന് പറയാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാവും, ഇല്ലേ. കാര്യം എന്താ? ആ ഒരു ആത്മാവിനെ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാവണം, അല്ലെ. ഇല്ല, അവന്റെ വീട്ടില് അവനെ കാശുള്ള സമയത്ത് അവൻ കുറെ അഹങ്കരിച്ചതാ, അവൻ അങ്ങനെ വേണം, അവന്റെ അടുപ്പ് പുകയരുത്, അവൻ പട്ടിണിയുടെ വില അറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള തിരിച്ചറിവുകളാണ് രാമായണത്തിലെ മൂല്യങ്ങളായിട്ട് നമുക്ക് വരുന്നത്, അല്ലെ. അപ്പൊ ഇവിടെ പറയും എന്താണ്? ഈശ്വര സേവ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഉത്സാഹം, അല്ലെ. എല്ലാവർക്കും ഉത്സാഹം ഈശ്വര സേവ ചെയ്യാനായിട്ട്. പക്ഷേ ഈശ്വരനെ സേവിക്കുന്നവരെ സേവിക്കുക എന്ന് പറയുന്നതാവണം എന്ത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാനെ സേവിക്കാനായിട്ട് ഭക്തനായിട്ട് ലക്ഷ്മണനും ഭരതനും വന്നു.
ആ ഭക്തനായ ഭരതനെ സേവിക്കാനായിട്ട് ഇവിടെ ആര് വന്നു? ശത്രുഘ്നൻ വന്നു അല്ലെ. ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ പൂജിക്കുന്ന നിന്നേക്കാൾ എനിക്കിഷ്ടം എന്റെ ഭക്തർക്ക് സേവ ചെയ്യുന്നവരെയാണ് എന്നാ പറയുന്നത്. ഭഗവാനെ പൂജിക്കുന്നവരെക്കാൾ ഇഷ്ടം എന്റെ ഭക്തന്മാരെ സേവിക്കുന്നവരെയാണ് എനിക്കിഷ്ടം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഭഗവത് ഭക്തന്മാരായ ഭരതനും ശത്രുഘ്നനും ശംഖുചക്രങ്ങളാണ് അല്ലെ. ഭഗവാന്റെ ശംഖുചക്രങ്ങളാണ് ആരൊക്കെ? ഭരതനും ശത്രുഘ്നനും എന്ന് പറയുന്നത്. ഭക്തന് സേവനം ചെയ്യുന്ന മറ്റൊരു ഭക്തൻ, അതായത് ശത്രുഘ്നന്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് എന്താ? ഭഗവാനെ സേവിക്കുന്ന ഭരതനെ സേവിക്കുന്നതാണ് അല്ലെ. രാമനെ സേവിക്കുന്നത് ആരാ? രാമനെ സേവിക്കുന്നത് ഭരതൻ. ആ ഭരതനെ സേവിക്കുന്നത് ആരാ? ശത്രുഘ്നൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നവരായിട്ട് വരുന്ന ആ ശത്രുഘ്നന്റെ വൈശിഷ്ട്യം അറിയാവുന്നത് കൊണ്ടാ ദശരഥ മഹാരാജാവ് അവസാനം കുറച്ച് പായസം സുമിത്രയ്ക്ക് കൊടുത്തപ്പോ അമൃതോപമം എന്ന് പറഞ്ഞത് ഇല്ലേ. അപ്പൊ ഓരോ വാക്കുകളും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇനി ഒരു വർഷക്കാലം രാജകുടുംബം സന്തോഷത്തിലായിരുന്നു. കാര്യം എന്താ? ഈ പായസമൊക്കെ കൊടുത്തു അല്ലെ. ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ സേവകന്മാരെല്ലാവരും അവതരിക്കുന്ന അല്ലെ. അദ്ദേഹത്തിന്റെ ലീലയ്ക്കായിട്ട് എല്ലാം അറേഞ്ച് ചെയ്യുന്ന പറയാം. അപ്പോ ദ്വാപരയുഗം സത്യയുഗം കഴിഞ്ഞിട്ട് ഈ കലിയൊക്കെ ഇങ്ങനെ വന്ന് കലിയുടെ ഭീഷ്ണതയൊക്കെ കൂടി വരുമ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമി ദേവി ബ്രഹ്മദേവനെ കാണാനായിട്ട് പോകും അല്ലെ. കലിയുടെ ശല്യം സഹിക്കാൻ വയ്യ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഭൂമി ദേവി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് പറയും, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് മഹാദേവന്റെ അടുത്ത് പറയാൻ പറയും. അങ്ങനെ നേരെ മഹാദേവന്റെ അടുത്ത് ചെല്ലുമ്പോൾ മഹാദേവന് കൈമണർത്തിയിട്ട് പറയും, ഇതൊന്നും എന്റെ ഉത്തരവാദിത്വം അല്ല, ഒരു കാര്യം ചെയ്യും, പോയിട്ട് മഹാവിഷ്ണുവിനെ കണ്ടിട്ട് സംസാരിക്കാൻ പറയും. അപ്പോ ഭൂമി ദേവിയുടെ കൂടെ ബ്രഹ്മദേവനും മഹാദേവനും കൂടിയിട്ട് പോകും ആരുടെ കാണാനായിട്ട്? മഹാവിഷ്ണുവിനെ കാണാനായിട്ട് പോകും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മഹാവിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മഹാവിഷ്ണു പറയും, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞാനല്ല ഇത് ചെയ്യുന്നത്, എന്നെക്കാളും ഉപരിയായിട്ടൊരു വ്യക്തിയുണ്ട്, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണനുണ്ട് അല്ലെ. നമുക്ക് ആശയക്കുഴപ്പം വരരുത്. ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ആ ശ്രീകൃഷ്ണനെ പോയി നമ്മൾ കാണണമെന്ന് പറയും അല്ലെ. ഭാഗവതത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇവരെല്ലാം കൂടി പറയും, ഞങ്ങൾ ആരും അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല അല്ലെ, ഞങ്ങൾ ആരും അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് മഹാദേവൻ കൂടി എന്നോടൊപ്പം വരണം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. സോറി, മഹാവിഷ്ണു കൂടി വരണം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. അങ്ങനെ മഹാവിഷ്ണു ബ്രഹ്മാവും മഹാദേവനും ഭൂമിദേവിയും എല്ലാ പേരുമായിട്ട് ഇങ്ങനെ പോവാം. ആ പോകുന്ന സമയത്ത് നമ്മുടെ ബ്രഹ്മാണ്ടത്തിന്റെ മുകളില് ഒരു ചെറിയ വിള്ളലുണ്ട്, അറിയാമോ? നമ്മുടെ ബ്രഹ്മാണ്ടത്തിന്റെ മുകളില് ഒരു ചെറിയ ഒരു വിള്ളലുണ്ട്. എങ്ങനെയാ വിള്ളൽ വന്നതെന്ന് അറിയാവോ? ആ ആള് അടുത്ത മാസം വരുന്നുണ്ട് ഇവിടെ, വാമനദേവൻ അല്ലെ. വാമനദേവൻ വന്ന് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോ അല്ലെ, മഹാബലി പറഞ്ഞ അളന്നെടുത്തോളാൻ പറഞ്ഞു അല്ലെ. ആദ്യത്തെ 2 അടി കൊണ്ട് തന്നെ 14 ലോകങ്ങൾ അളന്നു തീർന്നു അല്ലെ. 14 ലോകങ്ങളും അളന്നപ്പോ രണ്ടാമത്തെ അടി വെക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ കുട്ടിക്കാലത്ത് കളിക്കുമ്പോ എന്ത് ചെയ്യും? വരയിൽ കാല് തൊടാൻ വേണ്ടി കാലിന്റെ പെരുവിരൽ ഇങ്ങനെ അമർത്തി അങ്ങോട്ട് ചവിട്ടും അല്ലെ. അതുപോലെ എന്ത് ചെയ്തു? ബ്രഹ്മാണ്ടത്തിന്റെ ഏറ്റവും മുകളില് വാമനദേവൻ തന്റെ പെരുവിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തിയ സമയത്ത് എന്ത് ചെയ്തു? അവിടെ ഒരു ചെറിയ വിള്ളലുണ്ടായിട്ട് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാരണസമുദ്രത്തിലെ, കാരണാർണവം എന്ന് പറയും. കാരണസമുദ്രത്തിലാ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുന്നേ. അതുകൊണ്ട് ആ കാരണാർണവത്തിലെ ജലം എന്ത് ചെയ്തു? ഈ വിള്ളലിനുള്ളിലൂടെ ആരുടെ കാലിലേക്ക് വീണു? വാമനദേവന്റെ കാലിലൂടെ താഴേക്ക് ഒഴുകി വന്നു അല്ലെ. അതുകൊണ്ടാ ഗംഗാ നദിയെ ഏത് പേരിട്ട് വിളിക്കുന്നത്? വിഷ്ണുപാതി എന്ന പേരിട്ട് വിളിക്കുന്നത് അല്ലെ. മഹാവിഷ്ണുവാണ് ആര്? വാമനദേവൻ അല്ലെ. വിഷ്ണു ഭഗവാനാണ് വാമനൻ. അതുകൊണ്ട് വാമനന്റെ കാൽപാദത്തിലൂടെ കടന്നു വന്നത് കൊണ്ട് അതിനെ വിഷ്ണുപാതി എന്ന പേരിട്ട് വിളിക്കും. ആ വിഷ്ണുപാതി എന്ത് ചെയ്യും? താഴേക്ക് വരുമ്പോ ആര് തടഞ്ഞു നിർത്തും? മഹാദേവൻ തന്റെ ശിരസിൽ എന്ത് ചെയ്യും? ജടയ്ക്കുള്ളിൽ കെട്ടി നിർത്തും. അങ്ങനെ അത് ഗംഗാദേവിയായിട്ട് മാറി അല്ലെ. അതിനുശേഷം രാമായണത്തിലും ആ കഥ പറയുന്നുണ്ട്. സാഗര രാജാവിന്റെ കഥ, അംശുമാൻ അല്ലെ, ഭഗീരഥൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഈ സാഗര രാജാവിന്റെ മക്കൾക്കൊല്ലാം മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭഗീരഥൻ അവസാനം എന്ത് ചെയ്യും? ഈ ഗംഗാ നദിയെ കൊണ്ടുവരണം എന്ന് പറയുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പോകും.
അപ്പൊ ബ്രഹ്മദേവൻ പറയും, നീ ചെന്ന് മഹാദേവന്റെ അടുക്ക പറഞ്ഞെങ്കിലേ എന്തെങ്കിലും നടക്കുള്ളൂ അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു? ആ സമയത്ത് ഈ വിഷ്ണുപാതിയായിട്ട് നിൽക്കുന്ന ജലം വളരെ ശക്തിയോട് കൂടി വന്നപ്പോ എന്ത് ചെയ്തു? കൈലാസം മുഴുവൻ വെള്ളത്തിനടിയിലാവും അല്ലെ, അത്ര ശക്തിയോട് കൂടിയിട്ടാ വരുന്നത്. അപ്പൊ മഹാദേവൻ വിചാരിച്ചു ഇത്രയും അഹങ്കാരം പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? തന്റെ ജടയിൽ കെട്ടിവെച്ചു. അങ്ങനെയാണ് അത് ഗംഗയായിട്ട് വരുന്നത്. അപ്പൊ ഭഗീരഥൻ അവിടെ ചെന്നിട്ട് എല്ലാം പോയി അല്ലെ, കാര്യം വിഷ്ണുപാതിയെ കൊണ്ടുവരാൻ പോയതാ. അപ്പൊ എന്ത് ചെയ്തു? മഹാദേവന്റെ അടുക്ക ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് അവസാനം മഹാദേവൻ പറഞ്ഞു ശരി എന്ന ഒരു ജടമുടിയിൽ നിന്നിട്ട് എന്ത് ചെയ്തു? ഗംഗയെ താഴേക്ക് ഒഴുക്കി അല്ലെ. ആ ഗംഗ താഴേക്ക് വരിക. ആരാ കൊണ്ടുവന്നേ? ഭഗീരഥൻ. അതുകൊണ്ട് ഗംഗയ്ക്ക് ഏത് പേര്? ഭഗീരഥി അല്ലെ. ഭഗീരഥി എന്ന പേര് വന്നു. അങ്ങനെ ആ ഭഗീരഥി ഇങ്ങനെ കുത്തൊലിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ജാനു മഹർഷി അവിടെ ഒരു വലിയ യജ്ഞം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ യാഗശാലയെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുക. ആ യാഗശാലയിലേക്ക്, ജാനു മഹർഷിയുടെ യാഗശാലയിലേക്ക് ഈ ഭഗീരഥി വന്ന് ഇടിച്ചു കയറിയപ്പോ എന്ത് ചെയ്തു? ജാനു മഹർഷി ക്രോധം കൊണ്ട് ഈ ഗംഗയെ മുഴുവൻ കുടിച്ചു എന്നാ പറയുന്നത്. തന്റെ ഉള്ളിലേക്കാക്കി വെച്ചു. വീണ്ടും ഭഗീരഥൻ ചെന്നിട്ട് അപേക്ഷിച്ചപ്പോ എന്ത് ചെയ്തു? ജാനു മഹർഷി ആ ഗംഗയെ പുറത്തേക്ക് വിട്ടു. അതുകൊണ്ട് ഗംഗയ്ക്ക് വീണ്ടും ഏത് പേര് വന്നു? ജാനവി എന്ന പേര് വന്നു അല്ലെ. എത്ര പേരായി? വിഷ്ണുപാതി, ഗംഗ, ഭഗീരഥി, ജാനവി അല്ലെ. ആ ജാനവിയാണ് ഇന്ന് ഗംഗയായിട്ട് നമ്മുടെ ഒറീസയിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് അല്ലെ. വെസ്റ്റ് ബംഗാളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഏതാ? ആ ഗംഗാ നദിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൃഷ്ണന്റെ കാര്യമാ പറഞ്ഞു. അങ്ങനെ ഈ ബ്രഹ്മദേവനോടൊപ്പം ഈ ഭൂമിദേവി അവിടെ ചെന്നു അല്ലെ. ബ്രഹ്മാവ് മുകളിൽ ചെന്ന് നോക്കിയപ്പോ ഈ കാരണാർണവത്തിൽ കുമിളകൾ ഒഴുകി നടക്കുന്നത് പോലെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ അവിടെ കണ്ടു അല്ലെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ശ്വേതദീപത്തിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഭഗവാനെ കാണാനായിട്ട് ചെന്നപ്പോ അവർ കയറ്റി വിട്ടില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എവിടെ? ഞാൻ ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവർ ചോദിച്ചു, ഏത് ബ്രഹ്മാണ്ടത്തില് ബ്രഹ്മാവാണ് എന്ന് ചോദിച്ചു. ഏത് ബ്രഹ്മാണ്ടത്തില് ബ്രഹ്മാവാ നിങ്ങളെന്ന് പറയും. അപ്പൊ അവിടെ മഹാവിഷ്ണു പറയും, ഭഗവാൻ വിഷ്ണുവിന്റെ പാദം കൊണ്ട് ഏത് ബ്രഹ്മാണ്ടത്തിനാണോ എന്തുണ്ടായത്? വിള്ളലുണ്ടായത് ആ ബ്രഹ്മാണ്ടത്തിൽ നിന്നാ വന്നതെന്ന് പറയും. പൃഷ്ടിഗർഭം. അങ്ങനെ പൃഷ്ടിഗർഭത്തിൽ നിന്ന് വന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ നേരെ വന്നു, ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഭഗവാനാണ് യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഭഗവാന്റെ അവതാരങ്ങൾ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഭാഗവതത്തിന്റെ തൃതീയ സ്കന്ധത്തില് ഭൂഗോള വർണ്ണന, അതുപോലെ തന്നെ വിശ്വോൽപത്തി ഒക്കെ പറയുന്ന സമയത്ത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭഗവാന്റെ അവതാരങ്ങൾ, ഭഗവാന്റെ പുരുഷാവതാരങ്ങളെ കുറിച്ചിട്ട് പറയും. പുരുഷാവതാരങ്ങൾ ഏതൊക്കെയാ? കാർണോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു അല്ലെ. ഇങ്ങനെ 3 തരം വിഷ്ണു രൂപങ്ങളെ കുറിച്ചിട്ട് പറയും. അപ്പോ ഈ വിഷ്ണുവാണ് ഈ കൃഷ്ണനാണ് എവിടെ നിൽക്കുന്നത്? ഭൂലോകത്തില് ഉള്ള ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് വളരെ വിശാലമായിട്ട് പോകേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് പിന്നീട് ഒരു അവസരം ഇനി വരുന്ന സമയത്ത് നമുക്കത് കേൾക്കാം. അപ്പോ ഭൂമിദേവിയോട് പറയും, നിന്റെ ഭൂമോദ്ധാരം എല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട് അല്ലെ. ദ്വാപര യുഗത്തിൽ ഞാൻ ഭഗവാൻ കൃഷ്ണനായിട്ട് തന്നെ ഞാൻ അവിടെ അവതരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞ സമയത്ത് ലക്ഷ്മി ദേവിക്ക് ഭയങ്കര വിഷമായി. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷമൊക്കെ ആക്കി പറഞ്ഞു. ഭഗവതി വിഷമിക്കേണ്ട ആവശ്യമില്ല, ഭഗവതിയെയും കൊണ്ട് ഞാൻ അവിടെ പോകുന്നു പറഞ്ഞു അല്ലെ. അപ്പോ ദേവി പറഞ്ഞു, എന്താ? യമുന ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ വരില്ല, യമുനാ നദി ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ വരില്ല. അപ്പൊ പറഞ്ഞു തഥാസ്തു. അങ്ങനെ യമുനാ നദിയും എവിടെ വന്നു? ഭൂമിയിൽ വന്നു അല്ലെ. അപ്പൊ പറഞ്ഞു ഗോവർദ്ധനഗിരി ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ വരില്ല. അങ്ങനെ ഗോവർദ്ധനഗിരിയും എവിടെ വന്നു? ഭൂമിയിൽ വന്നു. വൃന്ദാവനം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ വരില്ല. അങ്ങനെ വൃന്ദാവനവും എന്ത് ചെയ്തു? ഭൂമിയിൽ വന്നു. ഇവരെല്ലാം എവിടെ നിന്നാ വന്നത്? ഗോലോകത്ത് നിന്ന് വന്നവരാ ഇവരെല്ലാം. അപ്പൊ അതായത് പറഞ്ഞു വരുന്നത്, ഭഗവാൻ അവതാരം എടുക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ പാർഷദന്മാരും ഭഗവാന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? മുന്നാലെ ഇവിടെ വരുമെന്നാ പറയുന്നത് അല്ലെ. എല്ലാവരും നേരത്തെ ഇവിടെ അവതരിക്കുന്ന പറയുന്നത്. അതുപോലെ ഇവിടെ ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ ലീലയാണ് ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഗർഭോദകശായി വിഷ്ണുവിന്റെ പൊക്കിൾക്കൊടിയിൽ നിന്നും വരുന്ന താമരയിലാണ് ബ്രഹ്മദേവനുള്ളത് അല്ലെ. ഭഗവാൻ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഭഗവാന്റെ കാതിൽ നിന്ന് ഭഗവാന്റെ ഇയർ വാക്സ് എന്ന് പറയില്ല, എന്താ ചെവിക്കായ എന്ന് പറയില്ല, ഇയർ വാക്സ്.
അല്ലെ, അതിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു തുള്ളി എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നു. നമ്മുടെ ചെവിയിൽ നിന്ന് വരുമ്പോഴും നമ്മൾ അതിനെ ഇയർ വാക്സ് എന്ന് പറയും, ചെവിക്ക എന്ന് പറയും. ഭഗവാൻ കാതിൽ നിന്ന് വന്നപ്പോൾ അതിനെ മധുര തുള്ളി എന്ന പേരിട്ടാ വിളിച്ചത്. എന്താന്ന് വിളിക്കുക? മധുര തുള്ളി എന്ന പേരിട്ടാ വിളിക്കുന്നത്, അല്ലെ. അങ്ങനെ ആ ഒരു മധുര തുള്ളി പുറത്ത് വന്നു. അതിൽ നിന്ന് 2 അസുരന്മാര് വന്നു. ഏതൊക്കെയാണെന്ന് അറിയാവോ? ബ്രഹ്മാണ്ടം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അസുരന്മാര്. അവരാദ്യം പുറത്തു വന്നപ്പോ കാണുന്നത് എന്താ? ഭഗവാൻ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്നതാ കാണുന്നത്, അല്ലെ. ഭഗവാന്റെ ചെവിയിൽ നിന്ന് വന്നതാ ഈ മധുര തുള്ളി. അതിൽ നിന്ന് 2 അസുരന്മാർ വന്നു. അവന്മാർ എണീച്ച് നോക്കിയപ്പോ ഭഗവാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നതാ കണ്ടത്. ഭഗവാനെ എങ്ങനെ വധിക്കണമെന്ന് അവര് ചിന്തിച്ചു തുടങ്ങി. അപ്പോഴത്തന്നെ എങ്ങനെയാ ഭഗവാനെ വധിക്കുക, അല്ലെ. അവസാനം ഭഗവാൻ നേരിട്ട് വന്നിട്ട് അവരെ നമസ്കരിച്ചു. അസുരന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പഞ്ചഭൂതങ്ങളുള്ള ഒരു സ്ഥലത്തും വെച്ച് അവരെ കൊല്ലാൻ പറ്റില്ല. ആര്? ഈ അസുരന്മാര്, അല്ലെ. പഞ്ചഭൂതങ്ങളുള്ള ഒരു സ്ഥലത്തും വെച്ചിട്ട് ഈ അസുരന്മാരെ കൊല്ലാൻ പറ്റില്ല. അത് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വിഷ്ണു ഭഗവാൻ അവരെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു വരം വേണം. ആരാ ചോദിക്കുന്നത്? ഭഗവാൻ ഈ അസുരന്മാരോട് ചോദിക്കുക, എനിക്കൊരു വരം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞോളൂ, എന്ത് വരമാ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോ എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യണം, അല്ലെ. ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്തേ പറ്റൂ. അവര് പറഞ്ഞു, ഇവിടെ എങ്ങും വെച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാനായിട്ട് പറ്റത്തില്ല. കാര്യം എന്താ? ഞങ്ങൾ അസുരന്മാരാണ്, അല്ലെ. അങ്ങനെ ദിവസങ്ങളോളം യുദ്ധം ദിവസങ്ങളോളം നീണ്ടു. ഭഗവാൻ അവരെ ശരിക്കും മർദ്ദിച്ചു എന്നാ പറയുന്നത്, അല്ലെ. ഭഗവാൻ അവരെ നന്നായിട്ട് മർദ്ദിച്ചു. ഈ അസുരന്മാരുടെ വായിൽ നിന്ന് ഭയങ്കരമായിട്ട് ചൂട് വമിക്കുന്ന കാറ്റ് പുറത്തേക്ക് വന്നു, അല്ലെ. ആ സമയത്തൊന്നും തന്നെ സൃഷ്ടി ആരംഭിച്ചിട്ടേയില്ല. സൃഷ്ടികർമ്മങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല ആ സമയത്ത്. ആ ചൂടുവാതകം ബ്രഹ്മാവിന്റെ മുഖത്തടിച്ചുകൊണ്ടേയിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് യുദ്ധം മതിയാക്കി ഭഗവാൻ അവർ 2 പേരെയും തന്റെ മടിയിൽ വെച്ച് അമർത്തിക്കൊന്നു എന്നാ പറയുന്നത്, അല്ലെ. പഞ്ചഭൂതങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഭഗവാൻ അവരെ 2 പേരെ എടുത്ത് മടിയിലോട്ട് വെച്ചിട്ട് അമർത്തി അങ്ങ് കൊന്നു കളഞ്ഞു, അല്ലെ. ഈ 2 പേരെയും അങ്ങനെ ചക്രായുധം ഉപയോഗിച്ചിട്ട് അവരുടെ ശിരസ്സും എന്ത് ചെയ്യാം? ഭഗവാൻ ഛേദിച്ച് കളയുക ചെയ്യുന്നു. അപ്പൊ ചൂടുവാതകം ഇങ്ങനെ മുഖത്തടിച്ച് ബ്രഹ്മദേവൻ ഇങ്ങനെ വിയർക്കാൻ തുടങ്ങിയ സമയത്ത് ചൂട് കാറ്റ ഇങ്ങനെ അടിക്കണം. അപ്പൊ ബ്രഹ്മദേവൻ വിചാരിച്ചു, തന്റെ മുഖത്തൂടെ എന്തോ ഇങ്ങനെ എഴഞ്ഞു പോകുന്നത് കണക്ക് തോന്നി, അല്ലെ. നമ്മളിങ്ങനെ വിയർത്തൊക്കെ ഇങ്ങനെ വിയർപ്പ് വരുമ്പോ നമ്മൾ വിചാരിക്കില്ല, എന്തോ ഈച്ചയെ വാറ്റേണ്ട കയറുന്ന നമ്മൾ തട്ടില്ലേ. ഇമ്മാതിരി ഭഗവാന്റെ മുഖത്തും എന്തോ ഇഴയുന്നതായിട്ട് തോന്നി, ബ്രഹ്മദേവന് തോന്നി. അങ്ങനെ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഒന്ന് തട്ടിക്കളഞ്ഞു. അങ്ങനെ അത് താഴെ വീണിട്ട് വളർന്ന് വളരെ ശക്തിമാനായിട്ടുള്ള ഭീമാകാരനായിട്ടുള്ള ഒരു കരടിയായിട്ട് മാറി, അല്ലെ. 8 ദിക്കും പൊട്ടുമാർ അലറിക്കൊണ്ട് ആ കരടി അവിടെ വരിക. അങ്ങനെ വിയർപ്പിൽ നിന്നും വന്ന ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആരോട് ചോദിച്ചു? ബ്രഹ്മദേവനോട് ചോദിച്ചു. ഭഗവാന്റെ വിയർപ്പിൽ നിന്ന് വന്ന പുതിയ ഒരു അവതാരമാണ് ഇത്, ഈ കരടി എന്ന് പറയുന്നത്. അന്നും സൃഷ്ടി തുടങ്ങിയിരുന്നില്ല. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം? നിന്നെ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. എന്തായാലും എന്റെ വിയർപ്പിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് നീ എന്ത് ചെയ്യാം? ജംബുനാഥ ക്ഷേത്രത്തിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു, അല്ലെ. ജംബുനാഥ ക്ഷേത്രം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ജംബുനാഥ ക്ഷേത്രത്തിലേക്ക് പോയി. കാലങ്ങൾ കടന്നുപോയി. അദ്ദേഹം വളരെ ദൂരേക്ക് നോക്കിയപ്പോ മധുകൈടഭന്മാരെ ഭഗവാൻ കൊല്ലുന്ന ജംബുനാഥത്തിൽ ഇരുന്നിട്ട് ജാമ്പവാൻ ഇങ്ങനെ കാണുക. ആരാ കണ്ടി? ജാമ്പവാൻ, അല്ലെ. ജംബുനാഥ ക്ഷേത്രത്തിൽ ഇരുന്നിട്ട് കാലങ്ങൾ കുറെ കഴിഞ്ഞു. എന്നിട്ട് ആ ക്ഷേത്രത്തിൽ ഇരുന്നപ്പോ കാണുന്ന കാഴ്ച എന്താ? മധുകൈടഭന്മാരെയൊക്കെ തന്നെ ഈ ഭഗവാൻ ഇങ്ങനെ കൊല്ലുന്ന കാഴ്ച ആര് കാണുന്നത്? ജംബുനാഥ ക്ഷേത്രത്തിൽ ഇരുന്നിട്ട് ജാമ്പവാൻ കണ്ടത്. അപ്പൊ ജാമ്പവാന് ഭയങ്കര സന്തോഷമായി. ഭഗവാൻ ഇങ്ങനെയുള്ള വീരകൃത്യങ്ങളൊക്കെ കാണാൻ ജാമ്പവാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ നോക്കിയിരിക്കും ഭഗവാൻ ഏത് രൂപത്തിലാണ് വരുന്നത്, ഇനി ആരെയാ കൊല്ലുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോ ഭഗവാൻ മത്സ്യരൂപം എടുത്തുകൊണ്ട് വന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? ജാമ്പവാൻ ആ മത്സ്യത്തിന്റെ പിന്നാലെ പോയി. അടുത്ത ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് ഭഗവാൻ വരാഹാവതാരം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ജാമ്പവാൻ പോയിട്ട് ഭഗവാന്റെ ഇടിയൊക്കെ കണ്ട് സന്തോഷിച്ച് ജാമ്പവാന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു എന്നാ പറഞ്ഞത്. ആ കണ്ണ് പിന്നെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അകത്തേക്ക് പോയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പോ ഈ ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ലീലകളൊക്കെ തന്നെ കണ്ടുകൊണ്ട് അത് ആഘോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ജാമ്പവാൻ എന്ന് പറയുന്നത്. പിന്നീട് നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ മർദ്ദിക്കുന്ന സമയത്ത് ഹിരണ്യകശിപുവിന്റെ ആ കാതിൽ കിടന്ന കടക്കൻ തെറിച്ചിട്ട് സുതലത്തിൽ പോയി വീണു. ഇതെല്ലാം കണ്ടിട്ട് ജാമ്പവാൻ കൂടുതൽ സന്തോഷവാനായി, അല്ലെ. അപ്പൊ ഭഗവാന്റെ കൂടെ തന്നെ ആരുണ്ട്? ജാമ്പവാൻ ഉണ്ട്. അടുത്തതായിട്ട് വാമനമൂർത്തി ജാമ്പുനാഥത്തിലൂടെ പോകുന്ന ഒരു കാഴ്ച ആര് കാണുന്നുണ്ട്?
ഈ ജാമ്പവാൻ കാണുന്നുണ്ട്. ആരാ പോകുന്ന? വാമനമൂർത്തി. എങ്ങനെയാ? രണ്ടടി മണ്ണ് അളന്നെടുക്കാനായിട്ട് വന്നതാ അല്ലെ? അപ്പൊ ആദ്യത്തെ ചുവട് വെച്ച് രണ്ടാമത്തെ ചുവട് വെച്ചപ്പോഴത്തേക്ക് 14 ലോകങ്ങൾ കഴിഞ്ഞു. ആ ഒരു കാല് മാത്രമേ ആര് കണ്ടുള്ളൂ? ജാമ്പവാൻ കണ്ടുള്ളൂ. മനസ്സിലായോ? ജംബുനാഥ ക്ഷേത്രത്തിൽ നിന്നിട്ട് ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കാല് മാത്രം ഇങ്ങനെ പോകുന്നു. കാര്യം എന്താ? വാമനമൂർത്തി വളർന്ന് 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 അത്രയും വലിയ രൂപമായിട്ടാ ഈ 14 ലോകങ്ങൾ വളർന്നെടുത്തത് അല്ലെ? അപ്പൊ ആ ഒരു കാല് മാത്രമേ ആര് കണ്ടുള്ളൂ? ഇവിടെ ജാമ്പവാൻ കണ്ടുള്ളൂ അല്ലെ? അപ്പൊ ജാമ്പവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് പുറകെ പോയി സത്യലോകത്തിലെത്തി. അത്രയും ദൂരം, അതായത് ജംബുനാഥ ക്ഷേത്രത്തിൽ നിന്ന് സത്യലോകത്തിലേക്ക് എത്തുന്ന ദൂരം 6 നിമിഷം കൊണ്ട് 14 തവണ ജാമ്പവാൻ ചുറ്റി വന്നു എന്നാ പറയുന്നത് അല്ലെ? ആ ഒരു ദൂരം, അത്രയും ദൂരം 6 നിമിഷം കൊണ്ട് 14 തവണ ചുറ്റി. എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാന്റെ ഈ വീരകൃത്യം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വിക്രമ രൂപം കണ്ട് ജാമ്പവാന് വലിയ സന്തോഷമായി, അതിശയമായി അല്ലെ? ഭൂലോകത്ത് നിന്നും സത്യലോകം വരെ പോകാനായിട്ട് വെറും 6 നിമിഷം മാത്രം അല്ലെ? എന്ത് വേഗമാണെന്ന് ആലോചിച്ച് നോക്കിയേ ജാമ്പവാന്. അങ്ങനെ ആ ഒരു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അടിയോ ബഹളം വല്ലതും ഉണ്ടോ? വാമനമൂർത്തിക്ക്? ഇല്ല അല്ലെ? ഭയങ്കര നിരാശയായി പോയി ജാമ്പവാന്. ഭഗവാനെ കാലും കണ്ടിട്ട് 6 നിമിഷം കൊണ്ട് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ചിട്ട് അവിടെ ചെന്നപ്പോ മുഷ്ടി മർദ്ദനമൊന്നുമില്ല, അടിയും ബഹളമൊന്നുമില്ല. ജാമ്പവാന് ഭയങ്കര വിഷമായി പോയിന്ന. അങ്ങനെ 14 തവണ സത്യലോകത്തെ ചുറ്റുന്ന സമയത്ത് ജാമ്പവാന്റെ കാൽനഖം കൊണ്ട് മേരുപർവ്വതത്തിന്റെ ഒരു ഭാഗം എന്ത് ചെയ്തു? അടർന്നു പോയി അല്ലെ? ദേഷ്യം വന്ന മേരുപർവ്വതം പറഞ്ഞു, നീ ക്ഷീണിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ആരെ? ജാമ്പവാനെ അല്ലെ? അങ്ങനെയാണ് ജാമ്പവാൻ ക്ഷീണിച്ചവശനായിട്ട് എവിടെ കിടപ്പായി പോയത്? അവിടെ കിടപ്പായി പോയത്. മനസ്സിലായോ ജാമ്പവാൻ വയസ്സായതിന്റെ കാര്യം? ഇനി ഈ ജാമ്പവാനെ പിന്നീട് നമ്മൾ വരും അല്ലെ? രാമരാവണ യുദ്ധമൊക്കെ നടക്കുന്നതിന് മുന്നോടിയായിട്ട് സീതാപഹരണം, സീതാന്വേഷണം ഒക്കെ വരുന്ന സമയത്ത് ആരെ കാണും നമ്മള്? ഈ ജാമ്പവാനെ നമ്മൾ കാണും അല്ലെ? അതിന് മുന്നോടിയായിട്ടാണ് ഈ ഓരോരുത്തരും നമ്മൾ ഇപ്പോഴേ അവിടെ ഇവിടേക്ക് നമ്മൾ കിടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ആ മേരുപർവ്വതത്തിന്റെ ഒരു ഭാഗം അടന്നു പോകട്ടെ എന്ന് ശപിച്ചിട്ട് അടന്നുപോയി. അങ്ങനെ എന്ത് ചെയ്തു? മേരുപർവ്വതം ശപിക്കാൻ, നീ ഇനി ക്ഷീണിച്ചു പോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ തന്റെ ശാപത്തിൽ വ്യസനം തോന്നിയിട്ടുള്ള മേരുപർവ്വതം പറഞ്ഞു, നിന്റെ സ്വാമിയായ രാമചന്ദ്രമൂർത്തി വരുമ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് അദ്ദേഹത്തെ സേവിക്കാനായിട്ട് സാധിക്കും. അനേകായിരം അസുരന്മാരെ അദ്ദേഹം വധിക്കുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് ആര് പറഞ്ഞു കൊടുക്കുക? മേരുപർവ്വതം ആരോട് പറഞ്ഞു? ജാമ്പവാനോട് പറഞ്ഞു അല്ലെ? ജാമ്പവാന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഭഗവാനെയും കാത്തിരിക്കുകയാണ് ആര്? ജാമ്പവാൻ അല്ലെ? ചിരഞ്ജീവിയാണ് ആരെന്ന് പറയുന്നത്? ജാമ്പവാൻ എന്ന് പറയുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാനിക്ക് ജയ്. ഹരേ കൃഷ്ണ. നമുക്കൊരു കീർത്തനം കേട്ടാലോ?